നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്നോട്ടത്ത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 എന്നുള്ള കലണ്ടർ വർഷം തീരാറായി. എങ്കിലും ഇനിയും അത് തീരുന്നതിന് മുമ്പ് തന്നെ 3-4 IPOകൾ കൂടി വരാനിരിക്കുന്നു. അതിലൊന്നിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്റെയിൽ ലൈറ്റിംഗ്സ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയാണിത്. ട്രാൻസ്റെയിൽ എന്നുള്ള ഈ കമ്പനി എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു കമ്പനിയാണ്. ഇവരുടെ പ്രധാന ഫോക്കസ് പക്ഷേ പവർ ട്രാൻസ്മിഷനിലും ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിലും ഒക്കെയാണ്. പ്രധാനമായിട്ട് റെയിൽവേയുടെയൊക്കെ കാര്യത്തിൽ, അതുകൂടാതെ ഇലക്ട്രിക് ലാമ്പ് പോസ്റ്റുകൾ ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യത്തിൽ അത്തരത്തിലുള്ളൊരു സൊല്യൂഷൻസ് നൽകുന്ന ഒരു കമ്പനിയാണിത്. ഇവരുടെ ഒരു പ്രത്യേകത 58ഓളം വിദേശ രാജ്യങ്ങളിലേക്കും ഇവരൊരു ഇത്തരത്തിലുള്ളൊരു ടേൺ കീ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഒരു ഫൈനൽ റെഡി ടു യൂസ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നൽകുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ IPO ഡിസംബർ 19 മുതൽ 23 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇവർ 838.91 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 400 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെയാണ്, ബാക്കിയുള്ളത് ഓഫർ ഫോർ സെയിലുമാണ്. അപ്പം നമുക്ക് ട്രാൻസ്റെയിൽ ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ IPO വിശേഷത്തിലേക്ക് ഒന്ന് കടക്കാം. ഇന്ത്യയിൽ മുംബൈ അടിസ്ഥാനമായിട്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നതെങ്കിലും ലോകത്തിലെ പല രാജ്യങ്ങളിലും 58ഓളം രാജ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ പലതും തേർഡ് വേൾഡ് കൺട്രീസാണ്, അല്ലാതെ ചില യൂറോപ്യൻ കൺട്രീസും അതിൽ പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ബംഗ്ലാദേശ്, കെനിയ, ടാൻസാനിയ, നൈജർ, നൈജീരിയ, മാലി, കാമറൂൺ, ഫിൻലാൻഡ്, പോളണ്ട്, നിക്കരാഗ്വ അങ്ങനെയൊക്കെയുള്ള പല രാജ്യങ്ങളിലേക്ക് ഇവരുടെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ സൊല്യൂഷൻസ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ രംഗത്ത് ഈ രാജ്യങ്ങളിൽ നല്ല സംഭാവന നൽകുന്ന ഒരു കമ്പനിയാണ് ഇത്. എന്ന് മാത്രമല്ല, ഈ അവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവർ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം ആണെങ്കിൽ പോലും അല്ലാതെ ചില വെർട്ടിക്കൽസിലും അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് സിവിൽ കൺസ്ട്രക്ഷൻ, പിന്നെ ലൈറ്റുകളുടെ പോളുകൾ അല്ലെങ്കിൽ ലാമ്പുകളുടെ പോസ്റ്റുകൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ അവർ നൽകുന്നുണ്ട്. റെയിൽവേക്ക് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഈ രാജ്യങ്ങളിലും കമ്പനി നൽകുന്നുണ്ട്. ഈ കമ്പനിക്ക് ഇന്ത്യയിൽ 1761 എംപ്ലോയീസാണ് ഇപ്പോൾ ഉള്ളത്. ഇനി കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ ആജന്മ ഹോൾഡിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനി, ആ ഒരു കോർപ്പറേറ്റ് മെമ്പറെ കൂടാതെ ദിഗംബർ ചുനിലാൽ ബാഗ്ഡെ, സഞ്ജയ് കുമാർ വർമ്മ എന്നിങ്ങനെ പ്രധാന 2 പ്രൊമോട്ടർമാർ കൂടിയുണ്ട്. അതിൽ ദിഗംബർ ചുനിലാൽ ബാഗ്ഡെയാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ ഈ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം ഇഷ്യൂവിന് മുമ്പ് 84.5% ഓഹരികളും ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇനി കമ്പനിയുടെ EPS നോക്കുകയാണെങ്കിൽ 19.59, NAV 86.79 എന്നുമാണ് കാണിക്കുന്നത്. ഇനി ഫിനാൻഷ്യൽ കണക്കുകൾ നോക്കുകയാണെങ്കിലും റവന്യൂ 2023 3172.03 കോടി രൂപയാണെങ്കിൽ അടുത്ത വർഷമായപ്പോഴത്തേക്കും അത് 4130 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി നെറ്റ് ഇൻകം ആണെങ്കിലും 107.57 കോടി രൂപയാണ് 2023 അടുത്ത വർഷമായപ്പോഴത്തേക്കും അത് 233.21 എന്നുള്ള ലെവലിലേക്ക് കുതിച്ചു കയറിയിട്ടുണ്ട്. അതായത് റവന്യൂവിൽ 30%-ൽ-അധികവും നെറ്റ് പ്രോഫിറ്റിൽ 116%-ൽ-അധികവുമാണ് ഒരു കുതിച്ചുചാട്ടം കമ്പനിയിൽ 2023 നിന്ന് 2024 വരുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് കമ്പനിയുടെ പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ കൽപ്പതരു പ്രോജക്ട്സ് ഇൻ്റർനാഷണലാണ് ഒരു കമ്പനി. അതിൻ്റെ PE നോക്കുകയാണെങ്കിൽ 36.72 ഇനി സ്കിപ്പറാണ് മറ്റൊരു കമ്പനി. ഇനി കൂടാതെ ബജാജ് ഇലക്ട്രിക്കൽസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പിയർ കമ്പനികളായിട്ട് കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ ആക്സിസ് ക്യാപിറ്റൽ, ഇഗ്ന വെഞ്ചേഴ്സ്, HDFC ബാങ്ക്, IDBI ക്യാപിറ്റൽ എന്നിങ്ങനെയുള്ള കമ്പനികളാണ് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ്. ഇനി ലിങ്ക് ഇൻ ടൈം ഇന്ത്യയാണ് ട്രാൻസ്റെയിലിൻ്റെ രജിസ്ട്രാർ.
ഇനി ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് ലിമിറ്റഡിൻ്റെ IPO വിശേഷം ഒറ്റനോട്ടത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഡിസംബർ 19 മുതൽ 23 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 410 രൂപ മുതൽ 432 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. ഫ്രഷ് ഓഹരികൾ 400 കോടി രൂപയ്ക്കുള്ളതും ഓഫർ ഫോർ സെയിൽ 438.91 കോടി രൂപയ്ക്കുള്ളതുമാണ്. അതായത് 1.01 കോടി ഓഹരികളാണ് ഓഫർ ഫോർ സെയിലായിട്ട് വിറ്റഴിക്കപ്പെടുന്നത്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോഴാണ് 838.91 കോടി രൂപയാവുന്നത്. മിനിമം ഒരു റീറ്റെയിലർ അപ്ലൈ ചെയ്യേണ്ട ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ 34 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് 2 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. മറ്റൊരു കാര്യം, റീറ്റെയിലേഴ്സിന് 35% ഇവ കമ്പനി അനുവദിക്കുന്നത്. 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ് കൊടുക്കുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യും. ഇതിൻ്റെ അലോക്കേഷൻ 24 തീയതിയും ലിസ്റ്റിംഗ് ഡിസംബർ 27 ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള വില തന്നെയാണ്. 410 രൂപ മുതൽ 432 എന്നുള്ളതിൻ്റെ ഏണിങ്സ് വെച്ച് ഈ വർഷത്തെ നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. എന്തായാലും ഈ കമ്പനിയെ സംബന്ധിച്ച് ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇന്ത്യയിൽ മാത്രമല്ല 58ഓളം വിവിധ രാജ്യങ്ങളിലും നല്ല പ്രസക്തിയുള്ള ഒരു കമ്പനി തന്നെയാണ്. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടോപ്പ് ലൈനും ബോട്ടം ലൈനും വളരെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. വലിയ വികസന പ്രവർത്തനങ്ങളാണ് കമ്പനി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മിഡ് ടൈം ആയിട്ടുള്ളവർക്ക്, ഷോർട്ട് ടൈമും ലോങ് ടൈം ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും തന്നെ ഇതിൽ അപ്ലൈ ചെയ്യുന്നതിന് ഒരു പ്രയാസവും കാണിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയുടെ IPO വിശേഷമാണ് നിങ്ങൾ കേട്ടത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കമൻറ്റുകൾ ഇടാനും മടിക്കേണ്ട ആവശ്യമില്ല. വീഡിയോ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു IPO ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.